ഇത് പുല്ലാണ് ഈ വണ്ടിക്ക്. വെയിറ്റ് ഒന്നൊരു പ്രശ്നമേ അല്ല. വെറും 3.7 വോൾട്ടിന്റെ ബാറ്ററി വെച്ചിട്ടാണ് ഈ കളി. ഓ പുല്ലാണ് പുല്ലാണ് പുല്ലാണ്. നോക്കടാ, വണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ എത്ര ദൂരമാണ് ഇതുപോലെ വെയിറ്റുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഗുണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള ഇതുപോലത്തെ കാറിൻ്റെ ബാറ്ററിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഗൈസ്, അജീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ടയറുണ്ട് കേട്ടോ. ഇതൊക്കെ ടോയ്സ് ഉണ്ടാക്കുന്ന ടയറാണ്. RC കാറിന് പറ്റിയ ടയർസാണ്. ഇത് ഉപയോഗിച്ച് ഒരുപാട് ടോയ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കണ്ടാൽ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ടോയ്സ് മോട്ടറാണ്. ഗിയർ മോട്ടറുകളാണ് കേട്ടോ അതൊക്കെ. ഇതെല്ലാം ഗിയർ മോട്ടറുകളാണ്. ഇതിൽ 20 ടയറും 20 മോട്ടറും ഉണ്ട്. ഓരോ സൈഡ് 10 ടയർ വെച്ച് വരുന്ന ഒരു വണ്ടി ഉണ്ടാക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ലോവർ ബെർത്തായിട്ട് വരുന്ന നിങ്ങൾ ലോറിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതേപോലെ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ടർ വെഹിക്കിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതും വിത്ത് റിമോട്ട്. ഓക്കെ, RC ട്രാൻസ്പോർട്ടറാണ് ഞാനിതിൽ പേരിടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോലെ. Review, discovery, creation. ഗൈസ്, അപ്പോൾ ഇത്രയും വലിയൊരു ഇതൊരു എന്താ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് MDF അല്ല. പക്ഷേ അതുപോലെ തന്നെ ഒരു വുഡൊക്കെ, അതായത് ഒരുപാട് വേസ്റ്റൊക്കെ അരച്ചെടുക്കുന്ന ഒരു തരം വുഡ് പോലത്തെ ഒരു ബോർഡാണ്. അപ്പോൾ ഇത് നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ വെച്ചെഴുതുന്ന ആ ഒരു പാഡില്ലേ, അതിൻ്റെ മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ 2 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഹോളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ മോട്ടറിൻ്റെയും സൈസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇങ്ങനെ ഓരോ മോട്ടോഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മൊത്തം വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു പാഡ് ഉപയോഗിച്ചിട്ട് അടച്ചിട്ട് നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യും. അതിനുള്ള ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്യാവശ്യം നല്ല ബലമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനൊന്നും കയറി നിൽക്കാൻ പറ്റുന്ന ടൈപ്പല്ല, അത്രയും ബലമില്ല. അപ്പം അത്യാവശ്യം നമുക്ക് ഒരു 10 കിലോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 10 കിലോ ഒക്കെ കയറ്റിയിട്ട് മൂവ് ചെയ്യിപ്പിക്കണം എൻ്റെ ഒരു ആഗ്രഹം. അതൊന്നും നടക്കും നോക്കട്ടെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബാറ്ററിയാണ് ഇതിൻ്റെ കൺട്രോൾ സപ്ലൈ കൊടുക്കുന്നത്. അതായത് റിസീവറിൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്ത് ഊരി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാൻ എളുപ്പമാണ്. ഈ നീല കളറുള്ളതാണ് 2 5 വോൾട്ട് റിലേ ആണ്. ഈ 2 സൈഡുള്ള മോട്ടേഴ്സിനെ മൊത്തം ഡ്രൈവ് ചെയ്യിക്കുന്ന ആ ഒരു റിലേ ആണ്. ആ റിലേക്ക് എക്സ്റ്റേണൽ സപ്ലൈ വേറെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്രയും മോട്ടേഴ്സിനെ നമുക്ക് ഇത്രയും വലിയൊരു ബാറ്ററി ബാക്ക് കൊണ്ടേ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അത് 3.7 വോൾട്ടിൻ്റെ 3 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് ആംബിയർ ഇൻക്രീസ് ചെയ്ത് 4.5 ആംബിയർ ആക്കിയിരിക്കുകയാണ്. അതിന് സെപ്പറേറ്റ് ചാർജ് ചെയ്യാൻ ഒരു കണക്ടർ ഉണ്ട്. ഇതാണ് ട്രാൻസ്മിറ്റർ, നമ്മുടെ റിമോട്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ മൊത്തം വർക്കിംഗ്.
ഗൈസ് അപ്പോൾ ഓരോ സൈഡ് സെപ്പറേറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ സ്റ്റിയറിംഗ് ഗിയർ സിസ്റ്റം വരുന്നു, ഒരു സൈഡ് വർക്ക് ചെയ്യാതെ മറ്റൊരു സൈഡ് വർക്ക് ചെയ്യുമ്പോൾ ടേൺ ചെയ്യും. അങ്ങനെയാണ് ഇത് സ്റ്റിയറിംഗ് ഗിയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ സെപ്പറേറ്റ് സ്റ്റിയറിംഗ് ഗിയർ സിസ്റ്റം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിയറിംഗ് ഗിയർ ആയിട്ട് സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടയേഴ്സൊക്കെ നമുക്ക് പിടിപ്പിക്കാം. ഇപ്പോൾ വർക്ക് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് ട്രയൽ നോക്കാം. 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് നമ്മുടെ ഉണ്ടാക്കിയ ട്രാൻസ്പോർട്ടർ വണ്ടിൻ്റെ മേലെ വയ്ക്കാൻ പോകണം കേട്ടോ. ആദ്യം ചെറിയ ചെറിയ വെയിറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രയാസമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഇപ്പോൾ 6 കിലോ വണ്ടിയിലുണ്ട് കേട്ടോ മൊത്തം. നമുക്ക് നോക്കാം. ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നമ്മൾ ഐറ്റംസ് കൂട്ടാൻ പോവാണ്. അപ്പോൾ ഇത് ഇവിടെ 4 കിലോ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, 2 കിലോ ഒരു ബക്കറ്റ്, ഒരു 2 കിലോ ഉണ്ടാവും. 4 ബക്കറ്റാണ്. ഓക്കെ, ഒരു സ്റ്റൂളും കൂടി ഉണ്ട് കേട്ടോ. ഒരു 2 കിലോ ഉണ്ടാവും. മൊത്തം ഇപ്പോൾ 6, 2, 7, 8, 9, 10 കിലോ മൊത്തം ഉണ്ട്. സൂപ്പർ സൂപ്പർ. എത്ര വെയിറ്റ് വേണം ഇങ്ങോട്ട്? കുറച്ചുകൂടെ വെയിറ്റ്. ഇപ്പോൾ എത്രയായി? 11, 12. ഇതിൽ 2ലും വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് കേസ്. എന്നാലും പോവും. ഒരു രക്ഷയില്ലാത്ത അടുത്ത പ്രയോഗിക്കാൻ പോകട്ടാ. നമ്മുടെ വണ്ടി താങ്ങുമെന്ന് അറിയില്ല. 18 ലിറ്റർ 18 കിലോണ് വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, 18 ലിറ്റർ. ഇത് പുല്ലാണ് ഈ വണ്ടിക്ക്. വെയിറ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. വെറും 3.7 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ടുണ്ട് ഈ കളി. ഇതൊരു കാർ ബാറ്ററിയാണ്. ഒരു കാറിൻ്റെ ബാറ്ററിക്ക് എന്തോരം വെയിറ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമെന്നാണ്. അതെ, പറ്റിപ്പോന്നല്ല. ഇത് നമ്മുടെ വണ്ടിയിൽ വയ്ക്കാം. ഓക്കെ ഓക്കെ. പുല്ലാണ് പുല്ലാണ് പുല്ലാണ്. നോക്കണ വണ്ടി പോവാണ് ഗൈസ്. നമ്മുടെ ഇതുപോലത്തെ എല്ലാ വണ്ടികളും ഒറ്റക്കുടക്കീഴിൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മേത്ത് പാർക്ക് ചെയ്തിരിക്കണം നമ്മൾ. ഇതിലും കൂടുതൽ വണ്ടികളുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടി ഇത്ര സ്ഥലമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഫുള്ള് ജങ്കാറ് പോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ വണ്ടികളെയും നിങ്ങൾക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളത് കാണിക്കാൻ പോകണം കേട്ടോ. അയ്യവ ഗൈസ്, കിടുക്കനായിട്ട് അടിപൊളി ഫീലാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കിട്ടും സംഭവമാണ്. ഇത് തിരിഞ്ഞു വരുന്ന കാണാൻ തന്നെ ഭയങ്കര ലുക്കാണ് ഗൈസ്. തിരിഞ്ഞു പോകണനുസരിച്ച് മൂവ് ചെയ്യാൻ പറ.
കറങ്ങി വരണ ഒരു അടിപൊളി ഫീലാണ് ഗൈസ്. ഹലോ ഗൈസ്, 3 ദിവസം എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. 3 ദിവസം മൊത്തമല്ല, 3 ദിവസം ഓരോ ദിവസം കുറച്ച് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്നിരുന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആ 2 പലക വേസ്റ്റുകളിൽ നിന്ന് കിട്ടിയാണ്. ബാക്കി നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടും പിന്നെ മോട്ടോഴ്സ് എല്ലാം ഞാൻ ഓൺലൈനിൽ വരുത്തിയാണ്. റിസീവറും ട്രാൻസ്മിറ്ററും നമുക്ക് വീട്ടിലുള്ള ടോയ്സ് നിന്ന് എടുത്താണ്. അപ്പോൾ M4Tech ഇതുപോലെ ഒരു ഓവർബോർഡ് പുള്ളി ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടാണ് എനിക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ സ്റ്റിയറിംഗ് ഗിയർ സിസ്റ്റം പുള്ളി വെച്ചിട്ടില്ല, സ്റ്റിയറിംഗ് വെച്ചിട്ടില്ല. ഇത് നമുക്ക് ഒരു സൈഡ് മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സൈഡ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റിയറിംഗ് റൈറ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റിവേഴ്സ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ബാക്ക്വേർഡിലേക്ക് മൂവ് ചെയ്യില്ല ഈ വണ്ടി. അപ്പോൾ അത് കൊടുക്കണമെന്ന് ഇതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷനിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സിസ്റ്റമൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നല്ലൊരു ഫീലാണ് ഇത്രയും വീല് വെച്ചിട്ടുള്ള ഒരു വണ്ടി. വേറെ ആരെങ്കിലും യൂട്യൂബേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ പറയുന്നത്. അടിപൊളിയാണ്, നല്ല ഫീലാണ്. അപ്പോൾ നമുക്ക് ടോയ്സൊക്കെ ഇത്രയും വെക്കാം. നിങ്ങൾ കണ്ടില്ലേ, ബാറ്ററി വെച്ചു കാറിൻ്റെ, പിന്നെ 18 ലിറ്ററോളം വരുന്ന ആ ഒരു വാട്ടർ ക്യാൻ വെച്ചു. അങ്ങനെ ഹെവി ആയിട്ടുള്ള വെയിറ്റുകളെല്ലാം നമുക്ക് ഏകദേശം എനിക്കൊരു 20 കിലോയൊക്കെ ഉള്ള കുട്ടീനെയൊക്കെ ഇതിൽ നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വെയിറ്റ് ഇതാകുന്നുണ്ട്. അപ്പോൾ അടിപൊളി സംഭവമാണ്. എനിക്ക് ഒരുപാട്, ഞാൻ ഇന്നവരെ ഉണ്ടാക്കിയതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഓരോന്ന് ഉണ്ടാക്കലായിരുന്നു എൻ്റെ ഒരു ഹോബി. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. ഇനി അങ്ങോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അജൂസ് വ്ളോഗ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.